നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂട്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 25/4/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും മിക്ക കർഷകരും. പക്ഷേ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് വളരെ വിഷമത്തിലും ആണ്. ഇനി നമുക്ക് വിശദമായി റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 240, RSS 5 കിലോ 236, ISNA 20 205, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 159 രൂപ 55 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം മാർക്കറ്റ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 240, RSS 5 കിലോ 236. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 152, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 114. ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിന ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 233, ലോട്ട് കിലോ 201 മുതൽ 206 രൂപ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 256 രൂപ 31 പൈസ, RSS 5 കിലോ 255 രൂപ 87 പൈസ. ഇനി അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 230, RSS 5 കിലോ 227. ഇനി കർണാടക വില നോക്കുമ്പോൾ കർണാടക വില RSS 3 234 രൂപ 50 പൈസ, RSS 4 234, RSS 5 228, ലോട്ട് 205, ഒട്ടുപാൽ നോക്കുമ്പോൾ 146. ഇനി കേരളത്തിലെ ഫീൽഡ് ആർട്ടിസ്റ്റ് 216, ഫാക്ടറി വില 225. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ 10,800, 30% DRC ഉള്ള 200 ലിറ്റർ 12,960, 35% DRC ഉള്ള 200 ലിറ്റർ 15,120, 40% DRC ഉള്ള 200 ലിറ്റർ 17,280. ഇനി കേരളത്തിലെ വ്യാപാരി നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 232, RSS 5 കിലോ 228, ISNA 20 200 മുതൽ 205 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 134 മുതൽ 145 വരെ. എന്താണ് ഈ DRC എന്ന് പറഞ്ഞാൽ? ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഡ്രൈ റബ്ബർ കണ്ടൻറ്റ്. അത് ഈ ഉണക്കിനെ പറ്റിയൊക്കെ പറയുന്നതാണ്. 70% ഉണക്കുള്ളതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 60% ഉണക്ക്, 80% ഉണക്ക്, അതിനെയൊക്കെയാണ് ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എപ്പോഴും പ്രതിപാദിക്കുന്നുണ്ട് RSS 4, RSS 5. RSS എന്ന് പറഞ്ഞാൽ റിബിഡ് സ്മോക്കഡ് ഷീറ്റ്സ് എന്നാണ് അതിനർത്ഥം. പുകയടുപ്പിൽ ഉണക്കിയെടുക്കുന്ന വരകളോട് കൂടിയ റബ്ബർ ഷീറ്റുകൾ. ഉയർന്ന നിലവാരമുള്ള പ്രകൃതിദത്ത റബ്ബർ പാൽ സംസ്കരിച്ച് ഷീറ്റുകളാക്കി അത് യഥാർത്ഥത്തിൽ അടിച്ച് പിന്നെ വരയിലൂടെ അടിച്ച് പുകയടുപ്പിൽ ഉണക്കിയെടുക്കുന്ന രീതിയാണിത്. RSS 4ഉം RSS 5ഉം ഒക്കെ എന്ന് പറയുന്നത്. ഇവയുടെ ഗുണനിലവാരം അനുസരിച്ച് RSS അങ്ങനെ പല നമ്പറിലും അറിയപ്പെടുന്നു. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇന്നലെ 1 ഗ്രാമിൻ്റെ മുകളിൽ 55 രൂപ, ഒരു പവൻ്റെ മുകളിൽ 440 രൂപയാണ് കുറഞ്ഞത്. 22 ക്യാരറ്റ് രൂപ 14,020, ഒരു പവൻ 1,12,160. അതുപോലെ തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ, വെളിച്ചെണ്ണ ലിറ്ററിന് 390, കൊപ്ര എടുത്തപടി 158, കശുവണ്ടി 110, അടയ്ക്ക പുതിയത് 390, പഴയത് 420. കാഞ്ഞിരക്കുരു 1,880, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15. കുരുമുളക് അൺകാർബിളിലോ 701, കുരുമുളക് ഗാർബിളിലോ 721, കുരുമുളക് പുതിയത് 691 ആണ്. എന്തായാലും അനുദിനം നമ്മുടെ നാട്ടിൽ ചൂട് കൂടുകയാണ്. ചൂട് കാരണം നീർപ്പം തേടി പാമ്പുകൾ വീട്ടിലെത്താം. കാര്യം അവിടെയൊക്കെ തണുപ്പുണ്ടായാണ് അതീവമായിട്ട് വരുന്നത്. വേണം അതീവ ജാഗ്രത. വീടിൻ്റെ പരിസരം പ്രത്യേകിച്ച് പട്ടിക്കൂട്, കോഴിക്കൂട്, വിറക് കൂട്ടിയിട്ടേക്കുന്ന എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ലൈറ്റ് ഇടുകയോ ടോർച്ചുകയോ ചെരുപ്പിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. കിടപ്പുമുറിയിൽ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കുക. പകരം കട്ടിൽ ഉപയോഗിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് മുറികളെല്ലാം നന്നായി ക്ലീൻ ചെയ്യുകയും ബെഡ്ഷീറ്റുകളൊക്കെ കുടയും ഒക്കെ ബെഡൊക്കെ നോക്കിയിട്ട് ശേഷം കിടക്കാൻ ശ്രമിക്കുക. വീടിൻ്റെ പരിസരത്ത് പൊന്തക്കാടുകൾ വെട്ടിമാറ്റുക. ഷൂസ്, വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവ സൂക്ഷ്മമായി പരിശോധിക്കുക. വേനൽക്കാലത്ത് ജനലുകൾ തുറന്നിടുന്നത് ഒഴിവാക്കുക. ജനൽ തുറന്നിടുമ്പോൾ അവിടെ കൊതുക് നെറ്റ് അടിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ജനാലയോട് ചേർന്ന് വാഹനങ്ങൾ നിർത്തിയിടാതിരിക്കുക. വീടിൻ്റെ തറയോട് ചേർന്ന് ചെടിച്ചട്ടികൾ വെക്കരുത്. ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതിനാൽ തണുപ്പിനായി അവ ചെടിച്ചട്ടിക്കിടയിൽ പതുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. തണുപ്പ് തേടി വീടിൻ്റെ ചുമരിലേക്ക് പടരുന്ന ചെടികളും മറ്റും പയർ ചെടികളും വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരക്കൊമ്പുകളും വെട്ടിക്കളയണം. പറമ്പിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷ്മമായി പോകാൻ ശ്രമിക്കുക.